ഹായ്, നമ്മുടെ ചാമ്പ്യൻസ് ലീഗിന്റെ ഫിക്സ്ചർ മീറ്റിംഗിലേക്ക് ആണ് എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടൊരു സൈലന്റ് പ്രെയർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ നമ്മുടെ ഷിംന സാറെ സ്വാഗതം ചെയ്യാം. ഗുഡ് ആഫ്റ്റർനൂൺ. പ്രിയമുള്ളവരെ, മലബാർ ചാമ്പ്യൻസ് ലീഗ് എന്ന പേരിൽ മലബാർ പോളിടെക്നിക് കോളേജ് കോട്ടക്കൽ അവതരിപ്പിക്കുന്ന ആൾ കേരള ഇന്റർപോളി സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫിക്സർ മീറ്റിംഗിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമുക്കറിയാം, വ്യത്യസ്തങ്ങളായ കാര്യങ്ങളിലൂടെ നമ്മളെ അക്കാദമിക്കലായിട്ടും മറ്റും വർക്ക് കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെതായ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് മേഖലകളിൽ തിളങ്ങി നിൽക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ കുറവാണ്. പോളിടെക്നിക്കിനെ സ്പോർട്സ് മേഖലയിൽ ഒന്നുകൂടി തൊട്ടുനിർത്തുന്നതിന് വേണ്ടി, അതിന്റെ ആവേശം നിർത്തുന്നതിന് വേണ്ടി, നമ്മുടെ വിദ്യാർത്ഥികൾക്കും അത്തരം ഓപ്പർച്യൂണിറ്റികൾ കിട്ടുന്നതിന് വേണ്ടി എന്ന ലക്ഷ്യം ആശയം നമ്മൾ മുന്നിൽ കൊണ്ടുവന്നതും അതിന്റെ ഒരു ചരിത്രപരമായ തുടക്കത്തിന് നമ്മൾ മുന്നിട്ടിറങ്ങുകയും ചെയ്യുന്നത്. ഇതില് നമ്മുടെ എല്ലാവരും, നമ്മുടെ കേരളത്തിലെ വിവിധ പോളിടെക്നിക് കോളേജുകളിൽ നിന്നുള്ള വിവിധ ആളുകൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നമ്മൾ ഒരു നിശ്ചിതമായ ഒരു അകലം വെച്ചത് കൊണ്ട്, ഒരു 12 ടീമാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത് എന്ന ഒരു കണ്ടീഷൻ വെച്ചത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ നേരത്തെ നിശ്ചയിക്കുന്ന 12 ടീം മാത്രമാണ് നമുക്ക് ഇതിനകത്ത് പങ്കെടുക്കാൻ. നമ്മുടെ മലബാർ സൗത്ത് സോണിലുള്ള ആളുകളും മലബാർ സോണിലുള്ള ആളുകളും തൃശ്ശൂർ സോണിലുള്ള ടീമുകളും ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കാണാൻ കഴിയുന്നുണ്ട്, ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇതിന്റെ ഒരു മലബാർ ചാമ്പ്യൻസ് ലീഗ് കുറച്ചും കൂടി ആളുകളെയൊക്കെ ഉൾപ്പെടുത്തി നല്ല രീതിയിൽ നടത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഇതൊരു തുടക്കം എന്ന നിലക്ക് നമുക്ക് ഇതിന്റെ ഒരു ആരംഭഘട്ടത്തിൽ ഒരു 12 ടീമിനെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ടൂർണമെന്റ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. നമ്മളെ ഇതില് പ്രധാനമായിട്ടും പറയാനുള്ളത്, ഇത്തരം അവസരങ്ങൾ കിട്ടുന്നത് നമ്മുടെ കുട്ടികളെ ഇതിനു വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ സ്റ്റാഫിനും, കേരള പോളിടെക്നിക് സ്പോർട്സ് അസോസിയേഷനിലുമായി പ്രവർത്തിക്കുന്ന എല്ലാ അംഗങ്ങൾക്കും ആദ്യം ഞാൻ ഇതിന്റെ നന്ദി, ഇതിനു വേണ്ടി ഒരു റെസ്പോൺസ് കിട്ടിയപ്പോൾ നമുക്കൊരു ഊർജ്ജം, ഇതിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു ഊർജ്ജം തന്നതിന്റെ പേരിൽ എല്ലാ നന്ദിയും കടപ്പാടും ആമുഖമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുക. അതിനോടൊപ്പം തന്നെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന നമ്മുടെ 12 പോളിടെക്നിക് കോളേജിന്റെ ഫിസിക്കൽ ഡയറക്ടർ, അതുപോലെ തന്നെ ജനറൽ ക്യാപ്റ്റന്മാര്, അതുപോലെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രിൻസിപ്പൽമാർ തുടങ്ങിയിട്ടുള്ള ആളുകളെ ഒക്കെ ഞാൻ അഭിനന്ദിക്കണം. ഏതായാലും ഞാൻ കൂടുതൽ നീട്ടി സംസാരിക്കുകയല്ല. കഴിഞ്ഞ 7 വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്ന മരവട്ട മേഖലകളിലെ വിദ്യാഭ്യാസ സങ്കല്പങ്ങൾക്ക് ടെക്നിക്കൽ ചിറക് വിരിച്ച് പറന്നുകൊണ്ടിരിക്കുകയാണ് മലബാർ പോളിടെക്നിക് കോളേജ്. അതിലേക്ക് ഒരു പൊൻതൂവൽ കൂടി നമ്മൾ എഴുതി ചേർക്കാൻ വേണ്ടി ആണ് എഴുതി ചേർക്കുകയാണ് ഈ മലബാർ ചാമ്പ്യൻസ് ലീഗിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഏതായാലും ഈ മലബാർ ചാമ്പ്യൻസ് ലീഗിന് വേണ്ടിയിട്ട് അധ്യക്ഷത, ഈ ചാമ്പ്യൻസ് ലീഗിലെ ഫിക്സർ മീറ്റിംഗിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് ബഹുമാനപ്പെട്ട മലബാർ പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ VM അൻവർ സാദത്ത് സാറാണ്. അൻവർ സാദത്ത് സാറെ ഞാൻ വളരെ സ്നേഹത്തോടെ ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് HOD, സിവിൽ ആൻഡ് ആർക്കി ഡിപ്പാർട്ട്മെന്റ് HOD ഉസ്മാൻ സാറെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ കോളേജിന്റെ അക്കാദമിക് കോർഡിനേറ്ററും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് ഡിപ്പാർട്ട്മെന്റ് HOD ആയിട്ടുള്ള ബാസി സാറെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ ഇവിടെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ വേണ്ടി
ജോയിൻ ചെയ്ത് നമ്മോടൊപ്പം കൂടിയിട്ടുള്ള നമ്മുടെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ ഓരോ വിവിധ പോളിടെക്നിക് കോളേജുകളെ ഓരോരുത്തരും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. എല്ലാ പോളിടെക്നിക് കോളേജിലും ഫിസിക്കൽ ഡയറക്ടർമാര്, അതുപോലെ തന്നെ പ്രിൻസിപ്പൽമാര്, ഞാൻ ആദ്യമായി വളരെ സ്നേഹത്തോടെ ആദരവോടെ ഈ ഒരു ഫിക്സർ മീറ്റിംഗിലേക്ക് വളരെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അധ്യാപകര്, വിദ്യാർത്ഥികള്, അതുപോലെ മറ്റു കോളേജുകളിലെ ജനറൽ ക്യാപ്റ്റന്മാര് തുടങ്ങിയിട്ടുള്ള ആളുകളെ എല്ലാവരെയും ഒറ്റ വാക്കില് സ്വാഗതം ചെയ്തുകൊണ്ട് മലബാർ ചാമ്പ്യൻസ് ലീഗിന്റെ ഫിക്സർ മീറ്റിംഗിലെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അൻവർ സാറെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട മലബാർ ചാമ്പ്യൻസ് ലീഗ് കൺവീനർ ഷിംന സർ, ബഹുമാനപ്പെട്ട എച്ച്ഒഡിമാർ, മറ്റ് അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നിവിടെ ലോഗിൻ ചെയ്ത് ഓൺലൈനായി ഹാജരായിട്ടുള്ള വിവിധ കോളേജുകളിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്ട്രക്ടർമാർ, അതോടൊപ്പം തന്നെ വിവിധ കോളേജുകളിലെ MCL പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ക്യാപ്റ്റന്മാരായിട്ടുള്ള വിദ്യാർത്ഥികളെ, നിങ്ങളെല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. മലബാർ പോളിടെക്നിക് കോളേജ് 2016 തുടങ്ങിയിട്ടുള്ള സ്ഥാപനമാണ്. കഴിഞ്ഞ 7 വർഷക്കാലം വ്യത്യസ്തമായ ഒരുപാട് പ്രോഗ്രാമുകളിലൂടെ നമ്മൾ ഈ ഒരു കോളേജിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഈ ഒരു വർഷത്തിൽ നമ്മളുടെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട സ്പോർട്സ് മേഖലയിലുള്ള ഒരു തുടക്കമാണ് നമ്മൾ ഇന്നിവിടെ നടത്തുന്ന ഫിക്സർ മീറ്റിങ്ങിലൂടെ നമ്മൾ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ വരുന്ന അടുത്ത ആഴ്ചയിൽ 2024 ജനുവരി 23, 24 തീയതികളിലായിട്ടാണ് മലബാർ ചാമ്പ്യൻസ് ലീഗ് എന്നുള്ള കേരള പോളിടെക്നിക് കോളേജുകളുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരമായി ഭാവിയിൽ മാറാനായിട്ട് പോകുന്ന MCL നമ്മളിവിടെ ലോഞ്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. ഏതായാലും മറ്റൊരു പോളിടെക്നിക് കോളേജും ഇതുവരെ അത്തരം ഒരു ശ്രമത്തിലേക്ക് കടന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇതിലൂടെ ഒരു പോളിടെക്നിക് മേഖലയിൽ ഒരുപാട് വിദ്യാർത്ഥികൾ, നല്ല സ്പോർട്സ് താല്പര്യമുള്ള വിദ്യാർത്ഥികളുണ്ട്. ആ വിദ്യാർത്ഥികൾക്കൊക്കെ വരും വർഷങ്ങളിലും ഈ ഒരു വർഷവും ഒരു സ്പോർട്സ് മേഖലയും പ്രത്യേകിച്ച് ഫുട്ബോളിന്റെ മേഖലയിലും ഒരു കഴിവ് തെളിയിക്കാൻ പറ്റുന്ന ഒരു വലിയ മത്സരമായി ഈ MCL മാറട്ടെ എന്നുകൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഇന്നിവിടെ നടക്കാൻ പോകുന്നത് 12 ടീമുകൾ, നേരത്തെ ഷിംന സാറ് പറഞ്ഞ പോലെ 12 ടീമുകളാണ് ഈ MCL മാറ്റിയെടുക്കാനായിട്ട് പോകുന്നത്. ഈ 12 ടീമുകളെ നമ്മൾ ABCD എന്നുള്ള 4 ഗ്രൂപ്പുകളായിട്ടാണ് നമ്മൾ മാറ്റിയിട്ടുള്ളത്. ഓരോ ഗ്രൂപ്പുകളിലും 3 ടീമുകൾ വെച്ചുണ്ടാവും. ആ പരസ്പരമുള്ള 3 ടീമുകൾ കളിക്കുകയും അതിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടുന്ന ടീമുകൾ സെമി ഫൈനലിലേക്കും പിന്നീട് 24-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ഫൈനൽ മത്സരങ്ങളിലേക്കായിരിക്കും അവർ പ്രവേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഔപചാരികമായി നമ്മളുടെ ഈ ഒരു ഫിക്സർ പ്രോഗ്രാമുകളിലേക്ക് നമ്മൾ കടക്കാനായിട്ട് പോവുകയാണ്. എൻ്റെ ഒപ്പം തന്നെ ഈ ശബ്ദം ശ്രവിക്കുന്ന മറ്റ് പോളിടെക്നിക് കോളേജുകളിലെ അധ്യാപകരെയും അതുപോലെ തന്നെ മറ്റ് അതിൻ്റെ ടീം ക്യാപ്റ്റന്മാരായിട്ടുള്ള വിദ്യാർത്ഥികളെയും ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ടും സ്വാഗതം ചെയ്തുകൊണ്ടും നമ്മളുടെ ഔപചാരികമായ നമ്മുടെ പ്രോഗ്രാമുകളിലേക്ക് നമ്മൾ കടക്കാനായിട്ട് തുടങ്ങിയാണ്. ജയ് ഹിന്ദ്. താങ്ക് യു. അടുത്തതായിട്ട് നമ്മുടെ ഫിക്സർ മീറ്റിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഇതിന്റെ ടെക്നിക്കലായിട്ട് നമ്മൾ ഫോം ചെയ്തിട്ടുള്ള നമ്മളെ ലീഗ് എങ്ങനെ നടക്കുന്നത് എന്നുള്ള ഒരു ചെറിയ ധാരണ നമ്മൾ എല്ലാവർക്കും അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മൾ ടോട്ടല് 12 കോളേജുകളാണ് നമ്മൾക്കിപ്പോൾ നമ്മളുടെ മലബാർ ചാമ്പ്യൻസ് ലീഗിൽ പങ്കെടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അവർ നമ്മളെ അറിയിച്ചിട്ടുണ്ട്, അവർ സന്നദ്ധ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ കോളേജുകളുടെ പേര് ഞാനൊന്ന് വായിക്കാം. SN പോളിടെക്നിക് കോളേജ് കാഞ്ഞങ്ങാട്, JDT പോളിടെക്നിക് കോളേജ് കോഴിക്കോട്, MDIT പോളിടെക്നിക് കോളേജ്, ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് കോഴിക്കോട്, ഓർഫനേജ് പോളിടെക്നിക് കോളേജ് എടവണ്ണ, ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് മഞ്ചേരി, പോളിടെക്നിക് കോളേജ് പെരിന്തൽമണ്ണ, മജ്ലിസ് പോളിടെക്നിക് കോളേജ് വളാഞ്ചേരി, KMCT പോളിടെക്നിക് കോളേജ് കുറ്റിപ്പുറം, SSM പോളിടെക്നിക് കോളേജ് തിരൂർ, ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ചേലക്കര, പിന്നെ മലബാർ പോളിടെക്നിക് കോളേജ് കോട്ടക്കൽ. അപ്പം ടോട്ടല് നമ്മളുടെ മലബാർ ചാമ്പ്യൻസ് ലീഗിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 12 ടീമുകളാണ്. അപ്പൊ ഈ 12 ടീമുകളെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള 4 ഗ്രൂപ്പുകളാക്കിയിട്ടാണ് നമ്മൾ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ 4 ഗ്രൂപ്പിലേക്ക് ഏത് ഗ്രൂപ്പിലാണ് ഇന്ന ടീം വരുന്നത് എന്നുള്ളതിനുള്ള ലോട്ട് എടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഫിക്സർ മീറ്റിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്.
അപ്പം ആ ഫിക്ചർ ഒന്ന് കാണിക്കാം. നമ്മൾ എങ്ങനെയാണ് ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി ഫോം ചെയ്യണമെന്ന് കാണിക്കാം. നമ്മൾ നോക്കുന്ന സമയത്ത് ഗ്രൂപ്പ് എയില് നമ്മൾ ലോട്ട് എടുക്കുമ്പോൾ ആദ്യം ലോട്ട് എടുക്കുന്ന ടീം ഗ്രൂപ്പ് എയിലെ ആദ്യത്തെ ടീമായിട്ട് വരും. നമ്മൾ രണ്ടാമത് ലോട്ട് എടുക്കുന്ന ടീം ഗ്രൂപ്പ് ബിയിലെ ആദ്യത്തെ ടീമായിട്ട് വരും. അങ്ങനെ ഗ്രൂപ്പ് സിയിലെ ആദ്യത്തെ ടീം, ഗ്രൂപ്പ് ഡിയിലെ ആദ്യത്തെ ടീം. പിന്നെ നമ്മൾ വരുന്നതിനനുസരിച്ച് ബാക്കിയുള്ള ടീമുകൾ ഗ്രൂപ്പ് എയില്, ഗ്രൂപ്പ് ബിയില്, ഗ്രൂപ്പ് സിയില്, ഗ്രൂപ്പ് ഡിയിൽ. എന്ന് വെച്ചാൽ ഗ്രൂപ്പിൽ A1, A2, A3 എന്ന് പറഞ്ഞ 3 ടീം, B1, B2, B3 എന്ന് പറഞ്ഞിട്ട് 3 ടീം, C1, C2, C3 എന്ന് പറഞ്ഞ 3 ടീം, D1, D2, D3 എന്ന് പറഞ്ഞിട്ടുള്ള 3 ടീം. ഇതിൽ നിന്ന് ഗ്രൂപ്പ് എയില് ടോപ്പ് ആകുന്ന ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിൽ പരസ്പരം കളിക്കും. ഒരു ടീമിന് 2 കളികളാണ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പിൽ ടോട്ടൽ 3 കളികൾ ഉണ്ടാവും. അതിൽ ഏറ്റവും ടോപ്പായിട്ട് വരുന്ന ടീം, പോയിന്റ് പട്ടികയിൽ ടോപ്പായിട്ട് വരുന്ന ടീം ഗ്രൂപ്പ് എ വിന്നറും, അതേപോലെ ഗ്രൂപ്പ് ബിയിൽ ടോപ്പായി വരുന്ന ടീം ഗ്രൂപ്പ് ബി വിന്നറും, ഗ്രൂപ്പ് സിയിൽ ടോപ്പായി വരുന്ന ടീം ഗ്രൂപ്പ് സി വിന്നറും, അതേപോലെ തന്നെ ഗ്രൂപ്പ് ഡിയിൽ ടോപ്പായി വരുന്ന ടീം ഗ്രൂപ്പ് ഡി വിന്നറുമാണ്. ഇതിൽ ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബിയും വിന്നറും തമ്മിൽ സെമി ഫൈനൽ നടക്കും. അതിനുശേഷം അവർ ഡയറക്റ്റ് ഫൈനലിലേക്കും, ഗ്രൂപ്പ് സി, ഗ്രൂപ്പ് ഡി ടീമുകൾ തമ്മിൽ സെമി ഫൈനൽ നടന്നിട്ട് ഡയറക്റ്റ് ഫൈനലിലേക്കുമാണ്. അപ്പൊ ഇതാണ് നമ്മളുടെ ചാമ്പ്യൻസ് ലീഗിൽ നമ്മൾ ഫോം ചെയ്തിട്ടുള്ള, നമ്മളിവിടെ നടക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള 23, 24 തീയതികൾ നമ്മൾ നടക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള നമ്മളുടെ ഗെയിമിന്റെ ഒരു പാറ്റേൺ ഇങ്ങനെയാണ്. ഗ്രൂപ്പുകൾ ഈ തരത്തിലാണ് പിന്നെ വേർതിരിച്ച് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ 23-ന് തന്നെ നമ്മളുടെ 12 കളികളും 23-ന് തന്നെ നടക്കും. അതായത് നമ്മൾ ഗ്രൂപ്പ് സ്റ്റേജസ് മാച്ചസ് ഒക്കെ 12th 12 ടീമുകൾ 12 കളികൾ നമ്മൾ ഈ പറയുന്ന 23-ാം തീയതി നമ്മൾ നടത്തും. 24-നാണ് നമ്മൾ സെമി ഫൈനൽസും അതേപോലെ തന്നെ ഫൈനലും നടക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ബാക്കിലൊരു സ്ട്രക്ചർ. ഇനി നമ്മൾ നമ്മുടെ ഇന്നത്തെ മീറ്റിങ്ങിന്റെ മെയിൻ ഉദ്ദേശം നമ്മൾ ലോട്ട് എടുക്കുക, ഗ്രൂപ്പിൽ ഏതൊക്കെ ടീമാണ് ഏതൊക്കെ ഗ്രൂപ്പിലാണ് എന്നുള്ളത് അറിയാം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ആ ലോട്ട് എടുക്കുന്നതിനായിട്ട് നമ്മുടെ കോളേജിലുള്ള അതേപോലെ തന്നെ നമ്മളിവിടെ ഇന്ന് കൂടിയിട്ടുള്ള കുറച്ച് ആളുകളെ തന്നെ ക്ഷണിക്കുകയാണ്. ആദ്യം തന്നെ നമ്മുടെ കോളേജിലെ പ്രിൻസിപ്പൽ പ്രൊഫസർ VM അൻവർ സാറിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുകയാണ് ലോട്ട് എടുക്കുന്നത്. ഗ്രൂപ്പ് എയിലെ A1 ടീമായിട്ട് മജ്ലിസ് പോളിടെക്നിക് കോളേജ് വളാഞ്ചേരി. അടുത്തതായി നമ്മുടെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധീകരിച്ച് ഷിഫാന മിസ്സിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇനി അടുത്തത് ലോട്ട് എടുക്കാൻ പോകുന്നത് ഗ്രൂപ്പ് ബിയിലെ ഫസ്റ്റ് ടീമിനാണ്, B1. ഗ്രൂപ്പ് B1-ല് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് മഞ്ചേരിയാണ് വന്നിട്ടുള്ളത്. അടുത്തതായി സിവിൽ ആർക്ക് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ഗീതു മിസ്സിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഗ്രൂപ്പ് സിയിലെ ആദ്യത്തെ ടീമിനെയാണ് ഈ ലോട്ടിലൂടെ തിരഞ്ഞെടുക്കുന്നത്. ഗ്രൂപ്പ് C1-ന് ഗ്രൂപ്പ് സിയിലെ ആദ്യത്തെ ടീം SN പോളിടെക്നിക് കോളേജ് കാഞ്ഞങ്ങാട്. അടുത്തതായി നമ്മൾ ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡന്റ് ആയിട്ടുള്ള നസലിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. ഗ്രൂപ്പ് ഡിയിലെ ആദ്യത്തെ ടീമായിട്ടുള്ള D1 ടീമിനെയാണ് ഈ ലോട്ടിലൂടെ തിരഞ്ഞെടുക്കുന്നത്. D1 ടീമായിട്ട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് കോഴിക്കോടാണ്.
അടുത്തതായി ഓട്ടോമൊബൈൽ 6th സെമസ്റ്ററിലെ സഫ്വാനെയാണ് ഞാൻ ലോട്ട് എടുക്കാനായിട്ട് തിരഞ്ഞെടുത്തത്. ഗ്രൂപ്പ് എയിലെ രണ്ടാമത്തെ ടീമിനെയാണ് ഈ ലോട്ടിലൂടെ സെലക്ട് ചെയ്യുന്നത്. A2 ടീമായിട്ട് MDIT പോളിടെക്നിക് കോളേജ് കോഴിക്കോടാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. അടുത്തതായി സിവിൽ ആൻഡ് ആർക്കിടെക്ചറിലെ മുബഷിറ മിസ്സിനെ ഞാൻ ലോട്ട് എടുക്കുന്നതിനായിട്ട് ക്ഷണിക്കാം. അടുത്തതായി ഗ്രൂപ്പ് ബിയിലെ B2 കോളേജിനെയാണ് ഈ ലോട്ടിലൂടെ തിരഞ്ഞെടുക്കുന്നത്. B2 ടീമായിട്ട് JDT പോളിടെക്നിക് കോളേജ് കോഴിക്കോടാണ്. അടുത്തതായി നമ്മളെ കോളേജിലെ സ്റ്റാഫും ഓഫീസ് സ്റ്റാഫായിട്ടുള്ള മഞ്ജു മിസ്സിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്ത ലോട്ട് എടുക്കുന്നത് ഗ്രൂപ്പ് സിയിലെ രണ്ടാമത്തെ ടീമായിട്ടുള്ള C2 എന്ന് പറയുന്ന ടീമിനാണ്. SSM പോളിടെക്നിക് കോളേജ് തിരൂരാണ് C2 ടീമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അടുത്തതായി ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ പ്രതികരിച്ച് ഹാഷിമിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. ഗ്രൂപ്പ് ഡിയിലെ രണ്ടാമത്തെ ടീമിനെയാണ് ഈ ലോട്ടിലൂടെ തിരഞ്ഞെടുക്കുന്നത്. ഗ്രൂപ്പ് ഡിയിലെ D2 ടീമായിട്ട് KMCT പോളിടെക്നിക് കോളേജ് കുറ്റിപ്പുറം. ഇതോടുകൂടി ഓരോ ഗ്രൂപ്പിലെ 2 ടീമുകൾ വീതം ആയിട്ടുണ്ട്. ഇനി അടുത്ത 3rd ടീമിനായിട്ടുള്ള ലോട്ടാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഗ്രൂപ്പ് എയിലെ A3 ടീം സെലക്ട് ചെയ്യുന്നതിനായിട്ട് CS6ലെ റിഷാദിനെ ക്ഷണിച്ചുകൊള്ളുന്നു. A3 ടീമായിട്ട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പെരിന്തൽമണ്ണ. അടുത്തതായി ഗ്രൂപ്പ് ബിയിലെ 3rd ടീമിനെ സെലക്ട് ചെയ്യുന്നതായിട്ട് ഓട്ടോമെക് ഡിപ്പാർട്ട്മെന്റിലെ ശ്രീനാഥ് സാർ ക്ഷണിച്ചോളൂ. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ചേലക്കര തൃശ്ശൂർ കോളേജിലുള്ള. അടുത്തതായി ഗ്രൂപ്പ് സിയിലെ 3rd ടീമിനെ സെലക്ട് ചെയ്യുന്നതായിട്ട് MS6ലെ അഷ്മിലിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. ഗ്രൂപ്പ് സിയിലെ 3rd ടീം കോട്ടക്കലാണ്. അടുത്തത് നമ്മുടെ ഗ്രൂപ്പ് ഡിയിലെ അവസാനത്തെ ടീം D3 ടീം സെലക്ട് ചെയ്യുന്നതിനായിട്ട് ഞാൻ AR6S6ലെ നമ്മുടെ സ്റ്റുഡന്റ് ആയിട്ടുള്ള സഫയെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഓർഫനേജ് പോളിടെക്നിക് കോളേജ് എടവണ്ണയാണ് നമ്മുടെ ഗ്രൂപ്പ് ഡിയിലെ അവസാനത്തെ ടീമായിട്ടുള്ള 3rd ടീം. ഇതോടുകൂടി നമ്മുടെ ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി, ഗ്രൂപ്പ് ഡിയിലെ ടീമുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പ് എയിൽ ഇപ്പൊ നിലവിലുള്ള ടീമുകൾ
മജ്ലിസ് പോളിടെക്നിക് കോളേജ് വളാഞ്ചേരി, MDIT പോളിടെക്നിക് കോളേജ് കോഴിക്കോട്, ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പെരിന്തൽമണ്ണ. അതേപോലെ ഗ്രൂപ്പ് ബിയിലെ ആദ്യത്തെ ടീം B1 ടീം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് മഞ്ചേരി, JDT പോളിടെക്നിക് കോളേജ് കോഴിക്കോട്, ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ചേലക്കര. ഗ്രൂപ്പ് സിയിലെ ആദ്യത്തെ ടീം SN പോളിടെക്നിക് കോളേജ് കാഞ്ഞങ്ങാട്, SSM പോളിടെക്നിക് കോളേജ് തിരൂർ, മലബാർ പോളിടെക്നിക് കോളേജ് കോട്ടക്കൽ. ഗ്രൂപ്പ് ഡിയില് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് കോഴിക്കോട്, KMCT പോളിടെക്നിക് കോളേജ് കുറ്റിപ്പുറം, ഓർഫനേജ് പോളിടെക്നിക് കോളേജ് എടവണ്ണ. അതോടുകൂടി നമ്മളുടെ ഗ്രൂപ്പ് സെലക്ഷൻ, അതായത് ഓരോ ഗ്രൂപ്പിലേക്കുള്ള ടീമുകളെ നമ്മൾ നിർണയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫിക്സ്ചർ മീറ്റിംഗിൽ നമ്മൾ പ്രധാന ഉദ്ദേശം ഇന്ന് ഓരോ ഗ്രൂപ്പിലുള്ള ടീമുകളുടെ സെലക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പൊ ഈ വരുന്ന 23, 24 തീയതികളിലാണ് നമ്മളെ MCL മലബാർ ചാമ്പ്യൻസ് ലീഗ് നടക്കാൻ പോകുന്നത്. അപ്പൊ അതിന് എല്ലാവരും രാവിലെ തന്നെ നേരത്തെ 8:30 ആകുമ്പോൾ തന്നെ രജിസ്ട്രേഷന് 23-ാം തീയതി രാവിലെ തന്നെ എല്ലാ ടീമുകളും എത്തുക. നമ്മൾ ഇതിന് പുറമേയുള്ള ഏതൊക്കെ ടീമുകളുടെ കളികളാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ട് ഇതിന്റെ തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യുന്നതായിരിക്കും. അതോടുകൂടി നമ്മൾ ഫിക്സ്ചർ മീറ്റിംഗ് അവസാനിച്ചിട്ടുണ്ട്. ഞാൻ നന്ദി പറയുന്നതിനായിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ചോദിക്കാവുന്നതാണ്. ലൈവിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ആരും ഡൗട്ടൊന്നും ചോദിക്കില്ലല്ലോ. സംശയങ്ങളില്ലാന്ന് കരുതുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി കോളേജിൽ. അതോടുകൂടി ഞാൻ നന്ദി പറയുന്നതിനായിട്ട് നമ്മുടെ കോളേജിലെ ആർക്കിടെക്ചർ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ വായിസ് സാറെ ക്ഷണിച്ചോളാം. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ പ്രൊഫസർ VM അൻവർ സാദത്ത് സാർ, സിവിൽ ആൻഡ് ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെന്റ് HOD ഉസ്മാൻ സാർ, അക്കാഡമിക് കോർഡിനേറ്റർ ആൻഡ് ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് HOD ബാസിദ് സാർ, മറ്റു ഡിപ്പാർട്ട്മെന്റ് HODs, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള അധ്യാപകരെ, വിദ്യാർത്ഥികളെ, നമ്മുടെ ഓൺലൈൻ മീറ്റിൽ പങ്കെടുത്തിട്ടുള്ള മറ്റ് എല്ലാ കോളേജിന്റെ പ്രിൻസിപ്പൽസ്, മറ്റ് സ്പോർട്സ് കോർഡിനേറ്റേഴ്സ്, നമ്മൾ ഇന്ന് മലബാർ ചാമ്പ്യൻസ് ലീഗിന്റെ ഫിക്സർ മീറ്റിംഗിലാണ് നമ്മൾ കൂടിയിട്ടുള്ളത്. നമ്മുടെ ഫിക്സർ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ചാമ്പ്യൻസ് ലീഗിന് ഒരു തുടക്കം കുറിക്കുകയാണ്. ഇനി വരും വർഷങ്ങളിൽ നടക്കാൻ പോകുന്ന ഈ ഒരു സൂപ്പർ ലീഗിൻ ചാമ്പ്യൻസ് ലീഗിന്റെ ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തിട്ട് എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.